صوت عذاب. എത്ര വലിയ ധിക്കാരിയായിരുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് ജനതയെ നമ്മൾ എന്ത് ചെയ്തു എന്ന് അറിയുമോ നബിയേ? അവിടുന്ന് കണ്ടില്ലേ നബിയേ ആദ് സമൂഹത്തെ? ആദ് സമൂഹം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ശദ്ദാദ് ആദ് സമൂഹത്തുകാരനാണ്. ഹൂദ് നബിയുടെ കാലക്കാരനാണെങ്കിലും ആദ് സമൂഹത്തിൽപ്പെട്ടയാളാണ് ശദ്ദാദ്. ഇറമദാതിൽ ഇമാദ്, ഉന്നതങ്ങളായ പടുകൂറ്റൻ കെട്ടിടങ്ങൾ പണിതുയർത്തിയ ഉടമകളായ ഇറം ഗോത്രത്തെ നമ്മൾ എന്ത് ചെയ്തു വന്നറിയുമോ നബിയേ? അല്ലതീ ലം യുഖലഖ മിത്ലുഹാ ഫിൽ ബിലാദ്. അത്തരക്കാരായ ആളുകളെ ഭൂമിയിൽ നമ്മൾ മറ്റൊരു സ്ഥലത്തും പടച്ചിട്ടില്ല നബിയേ. ായ ആളുകളെ ഭൂമിയിൽ പിന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. അത്രത്തോളം സ്ട്രോങ് ആയ ആചാന ബാഹുക്കളായ പർവ്വതങ്ങളെ തുറന്ന് വീട് വെക്കുന്ന പടുകൂറ്റൻ രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വലിയ ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ എന്തോ ചെയ്തെന്നറിയാവോ നബിയേ? താഴ്വാരങ്ങളിൽ പാറകളെ വെട്ടിപ്പൊളിച്ച് പാർപ്പിടങ്ങൾ ഉണ്ടാക്കിയിരുന്ന സമൂദ് ഗോത്രത്തെ നമ്മൾ എന്ത് ചെയ്തുവെന്നറിയുമോ നബിയേ? തന്നെ എതിരിടുന്ന ആളുകളെ മുഴുവനും ആണി കൊണ്ട് കൈകാര്യം ചെയ്തിരുന്ന ഫറോവായെ നമ്മൾ എന്തോ ചെയ്തെന്നറിയുമോ നബിയേ? അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവർ അവരുടെ നാടുകളിൽ അക്രമങ്ങൾ കാട്ടിക്കൂട്ടിയ ജനതയായിരുന്നു. ചില്ലറ അക്രമങ്ങളൊന്നുമല്ല അവന്മാര് ചെയ്തു കൂട്ടിയത്, വമ്പിച്ച കുഴപ്പങ്ങളുള്ള ആളുകളായിരുന്നു. പക്ഷേ എന്തൊക്കെ കോത്താമ്പി ആയിത്തിരുന്നാൽ എന്താ? അവർക്കുമേൽ നമ്മൾ അദാബുകളെ വർഷിപ്പിച്ചു നബിയേ. ഇതൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പിന്നെ തുടരുന്നത് എന്താണെന്നറിയുമോ? ഇങ്ങനെ അക്രമികളെയൊക്കെ പാഠം പഠിപ്പിച്ച മുതലാളിമാരെയൊക്കെ കൈകാര്യം ചെയ്ത വിഷയമല്ല പറഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്നത് എന്താ? കല്ലാ ബല്ലാ കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ. നിങ്ങൾ അനാഥകളെ പരിഗണിച്ചില്ല അല്ലേ? നിങ്ങൾ അനാഥകളെ പരിഗണിച്ചില്ല. അഗതിക്ക് നിങ്ങൾ അന്നം നൽകാൻ പ്രേരിപ്പിച്ചുമില്ല. പിന്നെയോ നിങ്ങൾ എന്താ ചെയ്തത്? പാരമ്പര്യമായി കിട്ടിയ സ്വത്തൊക്കെ എങ്ങനെ കെട്ടിപ്പിടിച്ചു വെച്ച് മുത്തം കൊടുത്ത് തിന്നോണ്ടിരിക്കുക അല്ലേ? നിങ്ങൾക്ക് ഇത് എന്തൊരു പ്രേമവാ പണത്തോട്? അല്ല ചോദിക്കുകയാണ്. എന്നിട്ട് അല്ല പറയുന്ന കണ്ടോ? കല്ലാ കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. ഒരു ഭീകരമായ പ്രയോഗങ്ങളൊക്കെ തന്നെ കണ്ടാൽ അന്ത്യനാളിന്റെ ഭീകരതയെ അനലൈസ് ചെയ്യുന്ന പ്രയോഗങ്ങളാ. അത്ര കഠോരമായൊരു ദിവസം വരാണ്ട്. ആ ദിവസമാകുമ്പോൾ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി.
ഇങ്ങനൊരു ജീവിതം വരാനുണ്ടായിരുന്നു അല്ലേ, ആഖിറ എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നു അല്ലേ. ഓ, ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ കഴിഞ്ഞുപോയ ജീവിതത്തിൽ പരിശ്രമിച്ചിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പോലെ കാര്യമുണ്ടോ? ഇപ്പൊ പരിതപിച്ചിട്ട് വല്ല കഥയുണ്ടോ? ഒരു കഥയുമില്ല. അന്ന് അല്ലാഹുവിനെ പോലെ ശിക്ഷിക്കുന്ന മറ്റാരുമില്ല. അല്ലാഹുവിന്റെ കഠിനകഠോരമായ ശിക്ഷ, അല്ലാഹുവിന്റെ കഠിനകഠോരമായ ശിക്ഷ നമ്മളെ പിടികൂടുന്ന ദിവസമാണ്. അല്ലാഹു ബന്ധിക്കുന്നത് പോലെ മറ്റാരും അന്ന് നമ്മളെ ബന്ധിക്കൂല. അല്ലാഹുവിന്റെ കഠിനകഠോരമായ ശിക്ഷ നമ്മളെ പിടികൂടുന്ന, അല്ലാഹു ബന്ധിക്കുന്ന ദിവസം വരാറുണ്ട്. ഒരു വക്കീലിന്റെ വാദവും അവിടെ ജയിക്കില്ല. ഒരു ജഡ്ജിക്കും അവിടെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ കഴിയില്ല. ഒരു IAS ഉദ്യോഗസ്ഥനും നിങ്ങൾക്കന്ന് സഹായത്തിന് വരില്ല. അങ്ങനെയുള്ള ദിവസം പക്ഷേ അല്ലാഹു നൽകിയ സമ്പത്തും സംവിധാനങ്ങളുമെല്ലാം അല്ലാഹുവിന് അനുകൂലമായി വിനിയോഗിച്ച ആളുകളില്ലയോ? പള്ളി കെട്ടാൻ സഹായിച്ച ആളുകളില്ലയോ? മദ്രസ കെട്ടാൻ സഹായിച്ച ആളുകളല്ലയോ? ദീനിന്റെ സദസ്സുകളെ സഹായിച്ച ആളുകളില്ലയോ? പാവപ്പെട്ട അനാഥയെ സംരക്ഷിച്ച ആളുകളില്ലയോ? വിധവയ്ക്ക് സഹായം എത്തിച്ച ആളുകളില്ലയോ? യതീമിന് അഭയം കൊടുത്ത ആളുകളില്ലയോ? അവരോട് അല്ലാഹു പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബികി റാദിയതൻ مرضية فادخلي في عبادي وادخلي جنتي. ഓ സുഹൃതം ചെയ്ത ആത്മാവേ, മംഗളം മർഹബൻ അഹ്ലൻ വസഹ്ല മർഹബായ മർഹബാ മർഹബൻ അഹ്ലൻ വസഹ്ല മർഹബായ മർഹബാ. ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സുഹൃതവാന്മാരിൽ നമുക്ക് പെടണ്ടായോ? അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല സുഹൃതങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞതെന്താണ്? സമ്പത്ത് അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഔദാര്യമാണ്, അനുഗ്രഹമാണ്. അത് വേണ്ട വിധത്തിൽ നമ്മൾ അതിന്റെ ആദാബുകളെ പാലിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പാവപ്പെട്ടവന്മാരെ മാറ്റി നിർത്തിയിട്ട് മുതലാളിമാർക്ക് വേണ്ടി മാത്രം സമ്പത്തും സൽക്കാരവും ഒരുക്കുന്ന ആളുകളുണ്ടോ? അത് മ്ലേച്ഛമായ കാര്യമാണ്. അത് നശിച്ച ഭക്ഷണമാണ്. മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ കഹാതൈൻ. നിങ്ങൾക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ നിങ്ങൾ വളർത്തിയിട്ട് അവർക്ക് വേണ്ടതെല്ലാം അവർ പക്വതയെത്തുന്നതുവരെ നിങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകളെല്ലാം അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അന വഹുവ കഹാതൈനി യൗമിൽ ഖിയാമ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ കഹാതൈൻ. ഞാനും അവനും നാളെ സ്വർഗത്തിൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളെല്ലാവരും സമ്പത്ത് വലിയ വലിയ കൂമ്പാരങ്ങളാക്കി വെച്ച് സൂക്ഷിച്ചിരുന്ന ആളുകളല്ല. അവർ സമ്പത്തിനെ സ്നേഹിച്ചിരുന്ന ആളുകളല്ല. സമ്പത്തിനോട് സ്നേഹം നല്ലതാ,
സമ്പാദിക്കുന്നത് നല്ലതാ. പക്ഷേ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് സമ്പത്ത് ദൂർത്തടിച്ച് കളയുന്ന ആളുകളുണ്ടല്ലോ. കാനോ ഇഖ്വാന ശയാത്തീൻ, അവര് പിശാചിന്റെ ആളുകളാണ്. അറിയുമോ നിങ്ങൾക്ക് അബൂ ദജ്ജൽ ഗിഫാരി? ആരാണ് അബൂ ദജ്ജൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്നറിയുമോ മുഅ്മിനീങ്ങളെ? മരണാസന്നനായി കിടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി പിന്നിട്ട് പോകുമ്പോൾ അബൂ ദജ്ജൽ ഗിഫാരി തങ്ങൾ ലോകത്തോട് വിട പറയാൻ പോകുകയാണ്. പ്രിയപ്പെട്ട മക്കളെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ, ഈ പിതാവ് ലോകത്തോട് വിട പറയാൻ പോകുകയാണ്. ഈ വാപ്പ ലോകത്തോട് വിട പറയാൻ പോകുകയാണ്. ധാരാളം സമ്പത്തൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. എനിക്ക് ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. നിങ്ങൾ മക്കായിലേക്കും മദീനയിലേക്കും കടന്നു ചെന്നാൽ അവിടെ ധാരാളം സ്വത്തുക്കൾ കാണും. വലിയ വലിയ ഈന്തപ്പന തോട്ടങ്ങളും മുന്തിരി തോട്ടങ്ങളും ഒക്കെ കാണും. ആ ഈന്തപ്പന തോട്ടങ്ങളിലും മുന്തിരി തോട്ടങ്ങളിലുമൊക്കെ നിങ്ങൾ കടക്കാൻ ശ്രമിച്ചാൽ കാവൽക്കാര് തടഞ്ഞിട്ട് നിങ്ങളോട് ഗോ ബാക്ക് പറയും. ഒരു സമയത്തതെല്ലാം ഈ പിതാവിൻ്റെതായിരുന്നു, ഒരു സമയത്തതെല്ലാം ഈ വാപ്പാക്കുള്ളതായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം മറ്റാരുടെയൊക്കെയോ അധീനതയിൽ പെട്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ ദീനിന് വേണ്ടി ചോദിച്ചപ്പോ വാപ്പയായ അബൂ ദജ്ജൽ ഗിഫാരി, പണക്കാരനായ അബൂ ദജ്ജൽ ഗിഫാരി എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തുപോയി. അങ്ങനെ പരമദരിദ്രനായതാണ്. ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, ഭാര്യ, നീ കരയേണ്ടതില്ല, നീ വിഷമിക്കേണ്ടതില്ല. എന്തിനാണ് നീ കരയുന്നതെന്ന് എനിക്കറിയാം. ഈ അബൂ ദജ്ജൽ ഗിഫാരി എന്ന പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറയാൻ പോകുന്ന നേരത്ത് നീ കരയരുത് മോളെ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കഫൻ പുടവയ്ക്ക് പോലും തുണിയില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ മരണപ്പെടാൻ പോകുന്നത്. നീ വിഷമിക്കണ്ട. എന്റെ ജനാസ എടുത്തുകൊണ്ട് വന്നിട്ട് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഈ പ്രാന്തമായ പ്രദേശത്ത് വഴിയാത്രക്കാര് കടന്നു പോകാറുള്ള യാത്രയുടെ സ്ഥലത്ത് വഴിയാത്രക്കാര് കടന്നു പോകുന്ന വഴിയോരത്ത് മരണപ്പെട്ടു പോയ നിന്റെ ഭർത്താവായ അബൂ ദജ്ജൽ ഗിഫാരിയുടെ ജനാസ നീ കൊണ്ടുവെക്കണം. എന്നിട്ട് വിളിച്ചു പറയണം, വഴിയാത്രക്കാരെ, അബൂ ദജ്ജൽ ഗിഫാരിയുടെ ജനാസ ഇതാ, പുടവയ്ക്ക് തുണിയില്ല, ആരെങ്കിലും സഹായിക്കുമോ എന്ന് നീ വിളിച്ചു പറയണം മോളെ. പ്രിയപത്നിയോട് അബൂ ദജ്ജൽ ഗിഫാരി തങ്ങൾ അവസാന നിമിഷം വസിയ്യത്ത് ചെയ്യുകയാണ്. അബൂ ദജ്ജൽ ഗിഫാരി തങ്ങൾ ശഹാദത്ത് കലിമ ചൊല്ലി ലോകത്തോട് വിട പറയുകയാണ്. മുഅ്മിനീങ്ങളെ, എനിക്കിത് പ്രസംഗിക്കാനും നിങ്ങൾക്കിത് കേട്ടു നിൽക്കാനുമുള്ളതാണോ? അല്ലാഹു നമ്മുടെ ഖൽബുകളിൽ അവരിലേക്ക് പേടിയും ഇഖ്ലാസും തഖ്വയും സൂക്ഷ്മതയും നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതങ്ങൾ നന്നാക്കുമാറാകട്ടെ. അബൂ ദജ്ജൽ ഗിഫാരി തങ്ങൾ അങ്ങ് മരണപ്പെട്ടു പോയ അബൂ ദജ്ജൽ ഗിഫാരി തങ്ങളുടെ ജനാസ എടുത്തിട്ട് ആളുകളതാ മക്കയുടെയും ആളുകൾ കടന്നു പോകുന്ന മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പ്രാന്തമായ പ്രദേശത്താണ് ആ സമയത്ത് അവരുള്ളത്. ആ പ്രദേശത്ത് വഴിയരികിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ആ മക്കളും ഉമ്മയും വിളിക്കാൻ തുടങ്ങി, വഴിയാത്രക്കാരെ. അൽ ഇസാബ ഫീ തമീസ് സഹാബ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തുന്ന സംഭവമാണ് മുഅ്മിനീങ്ങളെ. ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്ന വിഷയമാണ് മുഅ്മിനീങ്ങളെ. അതാ മഹാത്മാവായ അബൂ ദജ്ജൽ ഗിഫാരിയുടെ ജനാസ വെച്ചിട്ട് സ്വാലിഹത്തായ നല്ലവളായ അല്ലാഹുവിനെ പേടിച്ച് പുറത്തിറങ്ങാതെ ജീവിച്ച പെങ്ങള് വിളിക്കുകയാണ്. ഭർത്താവിന്റെ വസിയ്യത്ത് അനുസരിച്ച്, കാരണം ഈ ജനാസ അത് കഫൻ പുടവയ്ക്ക് പോലും
തുണിയില്ലാത്ത ജനാസയാണ്. വഴിയാത്രക്കാരെ, അബൂദർ ഗിഫാരി മരണപ്പെട്ട് കിടക്കുന്നു. കഫൻ പുടവയ്ക്ക് തുണിയില്ല. ആരെങ്കിലും സഹായിക്കുമോ? ആര് വരാനാണ്? ആര് സഹായിക്കാനാണ്? ആ ഘോരമായ വനാന്തരങ്ങളുള്ള അതിർത്തി പ്രദേശത്ത് വഴിയാത്രക്കാര് അപൂർവമായിട്ടാണ് കടന്നു പോകുന്നത്. ആ പ്രിയപ്പെട്ട സാലിഹത്തായ പെങ്ങളുണ്ടല്ലോ, ആബിദത്തായ നിങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, വിളിച്ചു പറയുന്നു, ഈ ജനാസയ്ക്ക് കഫൻ പുടവയില്ല. വഴിയാത്രക്കാരെങ്കിലും നൽകി സഹായിക്കുമോ? ആരുടെ ജനാസയാണ്? കോടീശ്വരനായിരുന്ന അബൂദർ റസൂലുള്ളാഹി ചോദിച്ചപ്പോഴെല്ലാം ദീനിന് വേണ്ടി വാരിക്കോരി കൊടുത്തുപോയ അബൂദർ മരണപ്പെട്ട് കിടക്കുമ്പോ ജനാസയ്ക്ക് കഫൻ പുടവ പോലുമില്ലാത്ത മഹാനാണ്. മുഅ്മിനീങ്ങളെ, എന്റെ ജീവിതത്തിൽ എനിക്കിന്നുവരെ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഞാൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് നല്ല വിലയുള്ള ഡ്രസ്സാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട സംഘാടകർ എനിക്ക് നൽകിയ ഭക്ഷണം നല്ല ഭക്ഷണമാണ്. ഒരു പക്ഷേ അബൂദർ ഗിഫാരി തങ്ങളെപ്പോലുള്ള മഹാന്മാർ അവരുടെ സുപ്രകളിൽ അത്തരം ഭക്ഷണങ്ങൾ അവർ കഴിച്ചിട്ടുണ്ടാകില്ല. നമ്മൾ ധരിക്കുന്ന പോലത്തെ വസ്ത്രങ്ങൾ അവർ ധരിച്ചിട്ടുണ്ടാവില്ല. നമുക്കൊക്കെ എത്ര ജോഡി വസ്ത്രങ്ങളാണ് മാറി മാറി നമ്മൾ ഇടുന്നത്. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ അവരങ്ങനെയില്ല. എല്ലാം അല്ലാഹുവിന് വേണ്ടി, മുത്തുനബിക്ക് വേണ്ടി പരിത്യജിച്ചു പോയി മഹാന്മാർ. നമ്മൾ അവരെ പോലെ ആയില്ലെങ്കിലും അവരുടെ ജീവിതത്തിന്റെ 100% നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയെങ്കിൽ എത്ര വലിയ ഔദാര്യമാണ് റബ്ബേ. അബൂദർ ഗിഫാരി തങ്ങളുടെ ജനാസ വെച്ചിട്ട് മക്കളും ഭാര്യയും അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഒരു കുതിര സവാരി സംഘം കടന്നു വരികയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘമാണ്. അവർ പെട്ടെന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഒരു ജനാസ വെച്ചിട്ട് ഭാര്യയും മക്കളും ഒക്കെ ഇങ്ങനെ വിളിക്കുന്നു. വഴിയാത്രക്കാരെ വിളിക്കുന്നു, സഹായിക്കുമോ? ഈ ജനാസയ്ക്കൊന്ന് കഫൻ പുടവയ്ക്ക് തുണിയില്ല. ആ നേരത്തെ മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ വന്നിട്ട് ആ പുതപ്പൊന്ന് മാറ്റി നോക്കുന്നു. ഈ കിടക്കുന്ന ജനാസ ആരുടേതാണ്? അതാ ജനാസത്തു ഹബീബ് റസൂലില്ലാഹ്. ഇത് മുത്തുനബി ഒരുപാട് സ്നേഹിച്ച ആദരിച്ച അബൂദർ ഗിഫാരിയുടെ ജനാസയാണ്. അല്ലാഹുവിന്റെ റസൂൽ ദീനിന് വേണ്ടി ചോദിച്ചപ്പോൾ വാരി വാരി കൊടുത്ത അബൂദർ ഗിഫാരിയുടെ ജനാസയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളും സംഘവും ആ ജനാസ ഏറ്റെടുത്തു പോയി. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. മുതൽ ഞാനും നിങ്ങളും അല്ലാഹു നൽകിയ സമ്പത്ത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം. സക്കാത്ത് കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഉലമാക്കളുമായി ബന്ധപ്പെട്ട് സക്കാത്ത് കൊടുക്കണം. ബിദ്അത്തുകാരുമായി നിങ്ങൾ കലരാൻ പോകണ്ട. മഹല്ലുകളിൽ ഞാനും നിങ്ങളും പ്രശ്നമുണ്ടാക്കാൻ പോകണ്ട. ഒരു ആലിമിനെയും നമ്മൾ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത വിളിക്കണ്ട. ഒരു തങ്ങളെയും നമ്മൾ ആരും അധിക്ഷേപിക്കണ്ട. എല്ലാ തങ്ങന്മാരും തങ്ങന്മാരാണ്. എല്ലാ ആലിമീങ്ങളും ആലിമീങ്ങളാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അവരത് പറഞ്ഞിട്ട് അവരവരുടെ പാട്ടിന് പോകും. ഞാനും നിങ്ങളും സുബഹി ഖലാക്കുന്ന ആളുകളാണ്, കള്ളുകുടിക്കുന്ന ആളുകളാണ്. എത്രയോ ആളുകൾ പെണ്ണുപിടിയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. എത്രയോ തോന്നിവാസങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്. പൊന്നുമോനെ, നീ കുടിക്കല്ലേടാ, നീ കുടിക്കല്ലേടാ. മദ്യപിച്ച് നീ വാഹനം ഓടിച്ചു പോകുമ്പോ എതിരെ വരുന്ന വാഹനമിടിച്ച് നീ അങ്ങ് കുടിയനായി മരണപ്പെട്ടു പോയാൽ പശ്ചാത്തപിക്കാൻ പോലും അവസരമില്ലാതെ താനൂരിലെ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ട് താഴ്ത്തി വെച്ചാൽ കുടിച്ചു മരിച്ച നിന്റെ ഖബറിൽ അല്ലാഹു അദാബിന്റെ പേമാരികൾ ഇറക്കി നീ
ഖിയാമത്ത് നാൾ വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പൊന്നുമോനെ, പെങ്ങളെ വ്യഭിചരിക്കാൻ പോകല്ലേ മോളെ എന്നൊക്കെ അതാ വീട്ടിന്റെ അകത്തളങ്ങളിൽ പോലും ബാപ്പ മോളെ പീഡിപ്പിക്കുന്ന കാലമാണ്. അതേ, സഹോദരനും സഹോദരിയും തമ്മിൽ നെറ്റ് കണക്ഷൻ ഉള്ള വീടാണ്. ലാപ്ടോപ്പ് വാപ്പ കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. എന്റെ മോള് പരിശുദ്ധിയുള്ള മോളാ, എന്റെ മോന് തെറ്റ് ചെയ്യാത്ത മോനാ എന്ന് ചിന്തിച്ച് ലാപ്ടോപ്പും വെബ് കണക്ഷനും നെറ്റ് കണക്ഷനും എടുത്തു കൊടുത്തിരിക്കുന്നു. ഗാലക്സി മോഡലുള്ള വലിയ മൊബൈൽ മേടിച്ച് മോൾക്കും മോനും സമ്മാനം കൊടുക്കുന്നു. വാപ്പാ രണ്ടുപേരും ഗെയിം കളിച്ച് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മോൾ എഴുന്നേറ്റ് പോകുമ്പോ മോനതാ നെറ്റിനകത്ത് സെക്സ്വൽ വീഡിയോസുകൾ കണ്ടുകൊണ്ട് ലയിച്ചിരിക്കും. പെട്ടെന്ന് എഴുന്നേറ്റ് പോയ പെങ്ങള് തിരിച്ചു വന്ന് ഇക്കാക്കാന്റെ പിറകിൽ നിന്നത് കണ്ടുകൊണ്ട് നിൽക്കും. പെട്ടെന്ന് ചെറുക്കൻ തിരിഞ്ഞു നോക്കുമ്പോ പെങ്ങള് കണ്ടുപോയി, അവൻ ക്ലോസ് ആക്കും. പിന്നീട് പെങ്ങള് പറഞ്ഞു, പ്ലീസ് കണ്ടിന്യൂ ഇക്കാക്ക, അത് തുടരട്ടെ എന്ന് പറയും. രണ്ടുപേരും അവിടെ സെക്സ്വൽ വീഡിയോസുകൾ ആസ്വദിച്ചുകൊണ്ട് സഹോദര ബന്ധത്തിന്റെ മറകൾ വലിച്ചെറിയപ്പെട്ട് വാപ്പാ നിങ്ങൾ സംവിധാനിച്ച വീട്ടിന്റെ അകത്തളങ്ങളിൽ സ്വന്തം നിങ്ങളുടെ രക്തത്തിൽ പിറന്ന രണ്ടു മക്കൾ വ്യഭിചരിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഇതെന്തൊരു ദുരന്തമാണ്! ഭർത്താവിന്റെ അനുജൻ ആ ഭർത്താവിന്റെ ഭാര്യയുമായിട്ട് എന്തിനാണ് ആണും പെണ്ണും കെട്ട ഇടപാട് നടത്തുന്നത്? നീ നിന്റെ ഭാര്യ നീയാണ് ടോപ്പ് ചെയ്യേണ്ടത്, അല്ലാതെ അനിയനെ ഏൽപ്പിച്ചിട്ട് അനിയൻ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ അവൾക്ക് അന്യനാണ്. അവൻ അവൾക്ക് അന്യനായതുപോലെ അവനും അവൾക്ക് അന്യനാണ്. മുഅ്മിനീങ്ങളെ, അവിടെ വ്യഭിചാരത്തിന് സാധ്യതയേറുകയാണ്. അതേ, അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ വ്യഭിചരിക്കുന്നു, ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ വ്യഭിചരിക്കുന്നു. അതേ, ഇന്റർ സെക്സ്വൽ പ്രോബ്ലംസുകൾ അധികരിച്ച കാലഘട്ടമാണ് കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ എനിക്ക് വിളിച്ചു പറഞ്ഞത് ഓർമ്മയുണ്ട്. 15 വയസ്സായ പ്രിയപ്പെട്ട പൊന്നുമോളെ ഗൾഫിലെ ദുബായിലുള്ള പ്രിയപ്പെട്ട വാപ്പ, ആ സ്വന്തം വാപ്പ മകളെ വ്യഭിചരിക്കാൻ സമീപിച്ച കഥ കേട്ടിട്ട് എനിക്ക് കരയേണ്ടി വന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, എങ്ങനെ സംഭവിക്കുന്നതാ ഇതൊക്കെ? അള്ളാഹുവിനെ മറന്നിട്ട് റസൂലുള്ളാഹിനെ മറന്നിട്ട് ഏതെങ്കിലുമൊക്കെ ആളുകളുമായി നമ്മൾ കമ്പനി അടിച്ചിട്ട്, എന്റെ ഉമ്മമാരെ, നിങ്ങൾ ദീനിന് പ്രാധാന്യം കൽപ്പിക്കാതെ നിങ്ങളെ മക്കളെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മാത്രം പഠിപ്പിക്കാൻ വിട്ടിട്ട് ആഖിറത്തിൽ രക്ഷപ്പെടാമെന്ന് കരുതല്ലേ വാപ്പാ. അവൻ വിദേഹത്തുകാരന്റെ മദ്രസയിൽ പഠിച്ചാലെന്താ വാപ്പാ? നിങ്ങൾ മരിക്കുന്ന ദിവസം വരും, അന്ന് ജനാസയായി കിടക്കുമ്പോ വഹാബിയായ മോൻ നിങ്ങൾക്ക് ജനാസ നിസ്കരിക്കും. നിങ്ങൾക്ക് നരകമാണ്. ആ മോൻ നിങ്ങളുടെ പള്ളിക്കാട്ടിലേക്ക് തിരിഞ്ഞു നോക്കൂല. കാരണം വാപ്പ ചെയ്തത് വാപ്പാക്കുണ്ട്, ഞാൻ ചെയ്തത് എനിക്കുണ്ടെന്ന ഇബ്ലീസിന്റെ യുക്തിവാദം പറഞ്ഞവൻ മാറി നിൽക്കും. നിങ്ങളുടെ മകനെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കണേ രക്ഷകർത്താക്കളെ. ഏതെങ്കിലുമൊക്കെ താടി കണ്ടിട്ട് നീളം കുപ്പായങ്ങളും തസ്ബീഹുമാലയുടെ വലിപ്പവും കണ്ടിട്ട് തബ്ലീഗുകാരൻ വന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങളെ സംസ്കാരത്തിലേക്കാ നന്മയിലേക്കാന്നും പറഞ്ഞ് മാടി വിളിക്കുമ്പോൾ അവന്റെ വഞ്ചനാപരമായ ചിരിയിൽ കുടുങ്ങിയിട്ട് തബ്ലീഗിസത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ പോകുന്ന ചെറുപ്പക്കാരെ, വഹാബിസത്തിന്റെ മറ്റൊരു പതിപ്പാണ് തബ്ലീഗിസം. വഹാബിസത്തിന്റെ മറ്റൊരു പതിപ്പാണ് തബ്ലീഗിസം. ഇല്യാസ് അഹമ്മദ് ഗംഗോഹിയെ പോലെ, റഷീദ് റിളയെ പോലുള്ള ആളുകളുണ്ടല്ലോ. ഇല്യാസ് അഹമ്മദ് ഗംഗോഹിയെ പോലെ, റഷീദ് അഹമ്മദിനെ പോലുള്ള ആളുകൾ, അവർ വഹാബിസത്തിലെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ സ്കലിതങ്ങളെ അണ്ണാക്കു തൊടാതെ വിഴുങ്ങിയ ആളുകളാണ്. ഈ നാട്ടിൽ വന്നിട്ട് ഒരു പക്ഷേ അവർ മൗലിദിന് കൂടും, റാത്തീബ് ചൊല്ലും. നമ്മുടെ പള്ളികളിൽ ദിക്ർ ഹൽക്ക നടക്കുമ്പോ കയറി വന്നിട്ട് ദിക്ർ ഹൽക്കയുടെ മജ്‌ലിസിൽ ഞാനും സുന്നിയാന്നും പറഞ്ഞിരിക്കും. അവൻ ഇരുന്നിട്ട് അവന്റെ മൊബൈൽ ഓപ്പൺ ആക്കി അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. നമ്മളെയൊക്കെ പറ്റിച്ചിട്ട് തബ്ലീഗുകാരൻ ഈ പള്ളി പിടിച്ചെടുത്താൽ, നമ്മുടെ നാടുകളിൽ വഹാബികൾ കയ്യേറ്റം നടത്തിയാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും ബാപ്പയും നരകത്തിലാണെന്ന് പ്രസംഗിക്കുന്ന വഹാബി അവൻ ഏതായത്തോതിയാലെന്താ, ഏത് ഹദീസ് ഓതിയാലെന്താ? അള്ളാന്റെ റസൂലിന്റെ ഉമ്മയും ബാപ്പയും നരകത്തിലാക്കിയിട്ട് ഇവനൊക്കെ ഏത് സ്വർഗത്തിലാ പോകാൻ പോണത്? ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പോകാൻ തയ്യാറുണ്ടെങ്കിൽ പോയിക്കൊള്ളുക. അള്ളാഹുവിന്റെ ദീനുണ്ടല്ലോ, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ദീനാണ്, ഹഖായ ദീന്. അതിലടിയുറച്ച് ഞാനും നിങ്ങളും നിന്നിട്ടില്ലെങ്കിൽ പരാജയമാണ് വാപ്പാ. തബ്ലീഗുകാരന്റെ മദ്രസയിലും തബ്ലീഗുകാരന്റെ കൂടെയും നിങ്ങളെ മോനെയോ മോളെയോ
മോളെയോ പഠിപ്പിക്കാൻ വിടുമ്പോ ഞാനങ്ങ് മരിച്ചു പോകും. ഈ മകൻ എനിക്ക് ദ്വാര കണ്ട മകനാണ്, എന്റെ ഖബറിന്റെ ചാരവന്ന് എനിക്ക് പ്രാർത്ഥിക്കേണ്ട മകനാണെന്ന ബോധമുണ്ടാകണം. ചില പുതിയ ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. തബ്ലീഗിന്റെ മൂടുപടമുള്ള ആളുകൾ അവരുടെ മൂടുപടം വലിച്ചു കീറിയാലേ അറിയുള്ളൂ അവർ തബ്ലീഗിന്റെ കാപാലികന്മാരാണെന്ന്. ഞാൻ അനലൈസ് ചെയ്യുന്നില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദീന് കാത്തു സൂക്ഷിച്ച് മഹാന്മാരായ മുൻഗാമികളെ പഠിപ്പിച്ച ദീന് കാത്തു സൂക്ഷിച്ച് തബ്ലീഗിസം എന്ന് പറയുന്ന, വഹാബിസം എന്ന് പറയുന്ന, മൗദൂദിസം എന്ന് പറയുന്ന, ഖാദിയാനിസം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പേരിൽ രംഗത്ത് വന്ന നശിച്ച് നാറിയ ഈ സമുദായത്തിന്റെ ഇടയിൽ അനൈക്യവും ചിത്രതയും ഉണ്ടാക്കിയ ആളുകളെ നിങ്ങൾ കരുതിയിരിക്കണമെന്ന് മാത്രം വസിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. കൃത്യമായി 5 നേരം ഞാനും നിങ്ങളും നിസ്കരിക്കണം. ഒരാളെയും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചീത്ത വിളിക്കണ്ട. ഒരു മുഅ്മിനായ മനുഷ്യനെയും നമ്മൾ അധിക്ഷേപിക്കണ്ട. മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹത്തിലാകണം. മുഅ്മിനീങ്ങൾ പരസ്പരം ഐക്യത്തിലാകണം. വിദഅത്തിനോട് നിസാര ഭാവം നമ്മൾ വെടിയണം. വിദഅത്തുകാരനോട് നമുക്ക് ശിദ്ദത്തുണ്ടാകണം. നമ്മുടെ റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയും നരകത്തിലാണെന്ന് പ്രസംഗിച്ച് നടക്കുന്ന വിദഅത്തുകാരൻ, അവന് വലിയ താടി ഉണ്ടെങ്കിൽ എന്താ, അവന് നീളം കുപ്പായം ഉണ്ടെങ്കിൽ എന്താ, അവൻ കുറെ നിസ്കരിക്കുന്നെങ്കിൽ എന്താ, അവൻ പള്ളി കെട്ടുന്നെങ്കിൽ എന്താ, എന്ത് കുന്ത്രാണ്ടമുണ്ടായാലും മുത്തുനബിയുടെ ഉമ്മയും ബാപ്പയും നരകത്തിലാണെന്ന് പ്രചരിപ്പിക്കുന്ന ദുഷ്ടന്മാർ, അവർ ദീനിന്റെ പേരിൽ ഏതു ബാനറിന്റെ പേരിൽ വന്നാലും അവരെ കരുതിയിരിക്കാൻ നമുക്ക് കഴിയണം. അവരോട് നിസാര ഭാവം പടിഞ്ഞിട്ട് ശിദ്ദത്ത് നമ്മുടെ ഖൽബുകളിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈമാൻ ചോർന്നു പോകും. മുൻഗാമികൾ കാത്തു സൂക്ഷിച്ച പാരമ്പര്യം അത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. നമ്മളത് കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രം നിങ്ങളോട് വിനീതമായി ഓർമ്മപ്പെടുത്തി. പലിശ ഇടപാടാരും നടത്തരുത്, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, തോന്നിവാസങ്ങൾ ചെയ്യരുത്. അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. പടച്ച റബ്ബിന്റെ അടുക്കൽ നമ്മളെ കമക്കുമൂലിയത്തുള്ളവരാകണം. ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ ഖബറിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്നതാകണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയല്ല, മുത്തുനബിക്ക് വേണ്ടി, ഒരു പൊളിറ്റിക്കൽ നേതാവിന് വേണ്ടി നമ്മൾ സിന്ദാബാദ് വിളിക്കല്ല, ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി മുർദാബാദ് വിളിക്കല്ല, മുത്തുനബിക്ക് വേണ്ടി സലാം അലൈക യാ റസൂൽ സലാം അലൈക യാ ഹബീബ് സലാം അലൈക സ്വലവാതുല്ലാഹ് അലൈക. പുനബി തിങ്കൾ പൂമാനെ പൂർണ്ണരാം ഹബീബായോരേ പുണ്യമദീന വാഴുന്ന പൂമദി ബദറാം നൂറുല്ലാഹ് യാ നബി സലാം. ഞാൻ ആദ്യം ഓതിയ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആദ്യം ഞാനിവിടെ ഓതിയ ഹദീസ്, ആമുഖത്തിൽ ഓതിയ ഹദീസ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് സഹാബത്തിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അയ്യുക്കും മാലു വാരിഥിഹി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി. സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്ത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരാ? സ്വന്തം സമ്പത്ത് അവരാരും ഇഷ്ടപ്പെടൂല, അനന്തരാവകാശിയുടെ സമ്പത്താണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. മാ മിന്നാ അഹദുൻ ഇല്ലാ മാലുഹു അഹബ്ബു ഇലൈഹി. നബിയേ, ഞങ്ങളുടെ സ്വത്ത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അല്ലാതെ അനന്തരാവകാശ സ്വത്ത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല നബിയെ. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, ഫ ഇന്ന മാലഹു മാ ഖദ്ദമ വ മാലു വാരിഥിഹി മാ അഖറ. നിങ്ങൾ ചെലവഴിച്ച സ്വത്തുണ്ടല്ലോ, ദീനിന് വേണ്ടി ചോദിച്ചപ്പോൾ കൊടുത്ത 1000 രൂപയുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ സ്വത്ത്. നിങ്ങൾ ഈ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സ്വത്തുണ്ടല്ലോ, നിങ്ങൾ കെട്ടിവെച്ചേക്കുന്ന സ്വത്തുണ്ടല്ലോ, അത് നിങ്ങളുടേതല്ല, നിങ്ങളുടെ മക്കൾക്കുള്ള സ്വത്താ. ആര് പറഞ്ഞതാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, നല്ല മനസ്സുള്ള മുസ്ലിങ്ങളൊക്കെ തരും, ധാരാളം തരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അദീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഖബൂലാക്കണേ റഹ്മാനേ.
ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം നാളെ ഞങ്ങളുടെ ഖബറിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകാരം നൽകണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ സാധുക്കളായ നല്ല മുഅ്മിനീങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്, നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. അദീമായ റബ്ബേ, ഞങ്ങളുടെ ഉമ്മവാപ്പമാര്, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ സഹോദരങ്ങൾ, സ്നേഹജനങ്ങൾ, ഞങ്ങളുടെ സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, ഞങ്ങളുടെ മജ്ലിസുകൾ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാഹ്.